പ്രിയരെ നമസ്കാരം. വാമന പുരാണത്തിൻ്റെ 7-ാം ഭാഗത്തിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വാമന പുരാണത്തിൻ്റെ 7 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്ന 20-ാം അധ്യായത്തിൽ ശിവൻ അന്ധകാസുരനുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കഥകൾ വിവരിക്കുന്നു. 7 ഭാഗങ്ങളിലെ ആദ്യ ഭാഗത്തിൽ മന്ദരാജൽ പർവ്വതത്തിലെ ഗണങ്ങളുടെ പുരുഷാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പുലസ്ത്യൻ പറയുന്നു, അന്തകന്റെ ആസന്നമായ ആക്രമണത്തെക്കുറിച്ച് ഭഗവാൻ ശിവൻ അറിഞ്ഞപ്പോൾ 700 കോടിയിലധികം വരുന്ന എല്ലാ ഗണങ്ങളെയും വിളിക്കാൻ നന്ദിയോട് അഭ്യർത്ഥിച്ചു. പശുപതൻ, കാൽമുഖൻ, മഹാവൃതി, ദിഗംബരൻ, മൈനി, മഹാപശുപതൻ, വൃഷധ്വജൻ തുടങ്ങിയ ഗണങ്ങളിലെ പ്രമുഖരായ ചിലർ നന്ദിയുടെ അഭ്യർത്ഥനപ്രകാരം ശിവനെ സഹായിക്കാൻ മന്ദരാജൽ പർവ്വതത്തിലെത്തി. പരാക്രമണശാലിയായ ഗണം പശുപതനെ കണ്ട മാത്രയിൽ ശിവൻ അവനെ ആലിംഗനം ചെയ്തു. ആ ദൃശ്യം മറ്റെല്ലാ ഗണങ്ങളെയും അമ്പരപ്പിച്ചു. പശുപതന് നൽകിയ പ്രത്യേക ബഹുമാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു. അവരുടെ അത്ഭുതം മനസ്സിലാക്കിയ ശിവൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് വലിയ ഭക്തിയുണ്ടെങ്കിലും നിങ്ങളുടെ അജ്ഞത നിമിത്തം നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനോട് അനാദരവ് കാണിച്ചിരിക്കുന്നു. പശുപതൻ ഒഴികെയുള്ള നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇരുവരും അഭേദ്യരാണെന്നും ഞങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും ഉണരുന്നില്ല. പശുപതൻ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനാൽ അദ്ദേഹം ഏറ്റവും ഉയർന്ന ബഹുമാനം അർഹിക്കുന്നു. ഇത്രയും വിവരിച്ചുകൊണ്ട് ശിവൻ തൻ്റെ മഹത്തായ സദാശിവരൂപം ഗണങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തി. സദാശിവനിൽ മുഴുവൻ പ്രപഞ്ചവും അടങ്ങിയിരിക്കുന്നത് കണ്ട ഗണങ്ങൾ അമ്പരന്നു. തുടർന്ന് സദാശിവൻ തൻ്റെ രൂപം വിഷ്ണുവിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. ഗണങ്ങൾക്ക് ഇന്ദ്രൻ, സൂര്യൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവതകളുടെ രൂപങ്ങളെയും അദ്ദേഹത്തിൽ ദർശിക്കാനായി. ഭഗവാൻ ശിവനും ഭഗവാൻ വിഷ്ണുവും ഒരുപോലെയാണെന്ന് അവർക്കിപ്പോൾ ബോധ്യമാകുന്നു. ഈ തിരിച്ചറിവിൻ്റെ ഉദയം അവരെ അജ്ഞതയിൽ നിന്നും മോചിപ്പിച്ചു. ഭഗവാൻ ശിവൻ ഗണങ്ങളെ അനുഗ്രഹിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. ശേഷം എല്ലാ ഗണങ്ങളും മന്ദരാജൽ പർവ്വതത്തിനു ചുറ്റും സ്ഥാനം പിടിച്ച് വരാനിരിക്കുന്ന ആക്രമണത്തെ നേരിടാൻ തയ്യാറായി. പ്രിയരെ, 20-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ യുദ്ധം ആരംഭിക്കുന്നു. പുലസ്ത്യൻ പറഞ്ഞു, അന്ധകാസുരന്റെ സൈന്യം മന്ദരാജൽ പർവ്വതത്തെ സമീപിക്കുന്നത് ഗണങ്ങൾ കാണാനിടയായപ്പോൾ അവർ ഒരു വലിയ ഗർജനം നടത്തി. ആ ഗർജനം ഭൂമിയെയും ആകാശത്തെയും പ്രകമ്പനം കൊള്ളിച്ചു. ഈ ഗർജനങ്ങൾ കേട്ട് ഭയന്ന ഗണേശൻ ആ ഭീമാകാരമായ ഗർജനത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശിവനോട് ചോദിക്കുവാൻ മന്ദരാജൽ പർവ്വതത്തിലേക്ക് പോയി. ശിവൻ പുത്രനോട് പറഞ്ഞു, ഞാൻ അന്ധകാസുരനുമായി ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഗണേശൻ പിതാവിനോടൊപ്പം പോകുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. ശിവൻ പാർവതിയുടെ സുരക്ഷാ ചുമതല മാലിനി, ജയ, വിജയ, അപരാജിത, ജയന്തി തുടങ്ങിയ പ്രമുഖ മാതൃകകളെ ഏൽപ്പിച്ചു. ശേഷം അദ്ദേഹം വാഹനമായ നന്ദിയുടെ മുതുകിൽ കയറി ത്രിശൂലവുമേന്തി അന്തകനുമായി യുദ്ധം ചെയ്യാൻ പോയി. ഗണങ്ങൾ ഒരു സംരക്ഷണ വലയമുണ്ടാക്കി എല്ലാ വശങ്ങളിലും അദ്ദേഹത്തെ വളഞ്ഞു നിന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരു സൈന്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടി. ഒരു ഘോരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ ഗണങ്ങൾ നിരവധി രാക്ഷസന്മാരെ കൊന്നുതള്ളി. അസുരന്മാരും ഗദയും വാളുകളും ഉപയോഗിച്ച് അവരെ തിരിച്ചടിച്ച് ആക്രമിച്ചു. ആ യുദ്ധം നിരീക്ഷിക്കുവാനായി ആകാശത്ത് എല്ലാ ദേവന്മാരും ഒത്തുകൂടി. മഹാപശുപതൻ അസുരന്മാരെ വളരെ ശക്തമായി ആക്രമിച്ചു. ആ ആക്രമണം ശത്രുപക്ഷത്തിന് കനത്ത നാശങ്ങൾ വരുത്തി. തങ്ങളുടെ പാളയത്തിൽ മരണങ്ങളും നാശവും സംഭവിക്കുന്നത് കണ്ട തുഹുണ്ടൻ എന്ന ശക്തനായ അസുരൻ തൻ്റെ ഏറ്റവും ശക്തമായ ആയുധമായ പരിധി ഉപയോഗിച്ച് ഗണങ്ങളെ ആക്രമിച്ചു. ആ ആക്രമണം ഗണങ്ങളിൽ പരിഭ്രാന്തി പരത്തി. അവർ വിരണ്ടോടി. അപ്പോൾ ഗണേശൻ തുഹുണ്ടനെ നേരിടാൻ മുന്നോട്ട് വന്നു. തുഹുണ്ടൻ പരിധി ആയുധം ഉപയോഗിച്ച് ഗണേശനെ ആക്രമിച്ചു. പക്ഷേ ആ ആയുധം ഗണേശന്റെ വയറ്റിൽ ഇടിച്ചപ്പോൾ 100 കഷ്ണങ്ങളായി ചിന്നാഭിന്നമായി. സ്വന്തം അമ്മാവന്റെ ഏറ്റവും വിനാശകരമായ ആയുധത്തിന്റെ നാശം കണ്ട് രാഹു ഓടിവന്ന് ഗണേശനെ മുറുകെ പിടിച്ചു. അപ്പോൾ ഗണേശനും ഗഡോദരനും സുകേശിയും അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരേ സമയം അദ്ദേഹത്തെ ആക്രമിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ രാഹു ഉടൻ തന്നെ ഗണേശനെ പിടിവിട്ടു. തക്കം കണ്ട ഗണേശൻ സ്വന്തം കോടാലി ഉപയോഗിച്ച് തുഹുണ്ടന്റെ തല വെട്ടിക്കളഞ്ഞു. തുഹുണ്ടനെ വധിച്ച ശേഷം ഗണപതി അസുരന്മാരെ ആക്രമിക്കുന്നു. ശക്തനായ ബലി ആ ആക്രമണത്തെ പിന്തിരിപ്പിച്ചു. ആ യുദ്ധത്തിന്റെ ഒടുവിൽ ഗണങ്ങൾക്ക് അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞു. ശംബരൻ ശുക്രാചാര്യരുടെ അഭയം സ്വീകരിച്ച് സ്വയം രക്ഷപ്പെട്ടു. അന്തകൻ ഉൾപ്പെടെയുള്ളവരും യുദ്ധം അതിജീവിച്ചവരും എല്ലാം ശംബരന്റെ മാർഗം പിന്തുടർന്നു. പ്രിയരെ, 20-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ ശുക്രാചാര്യർ സഞ്ജീവനി വിദ്യ ഉപയോഗിക്കുന്നു. അന്തകൻ ശുക്രാചാര്യരുടെ അടുത്തു ചെന്ന് അസുരന്മാരുടെ പരാജയത്തിന്റെ ദുഃഖകരമായ കഥ വിവരിച്ചു. യുദ്ധത്തിൽ അസുരന്മാരെ ജയിക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം ശുക്രാചാര്യരോട് അഭ്യർത്ഥിക്കുന്നു.
ശുക്രാചാര്യർ നിരാശ പ്രകടിപ്പിക്കുകയും എന്നാൽ സഞ്ജീവനി വിദ്യയുടെ സഹായത്തോടെ മരിച്ചുപോയ എല്ലാ അസുരന്മാരെയും പുനരുജ്ജീവിപ്പിക്കുമെന്ന് അഭയം തേടിയ അസുരന്മാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. അതിനാൽ തന്നെ ജമ്പൻ, കുജമ്പൻ തുടങ്ങിയ ശക്തരായ എല്ലാ അസുരന്മാരും വീണ്ടും ജീവിച്ചു. അവിശ്വസനീയമായ ഈ സംഭവമറിഞ്ഞ നന്ദി ഈ വിവരം ശിവന്റെ അടുക്കൽ പോയി അറിയിച്ചു. ഏത് വിധേനയും ശുക്രാചാര്യരെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ശിവൻ കൽപ്പിക്കുന്നു. എന്റെ യോഗശക്തിയാൽ ഞാൻ അവനെ നിയന്ത്രിക്കുമെന്ന് ശിവൻ അറിയിച്ചു. നന്ദി അസുരന്മാരുടെ സൈനിക വിന്യാസത്തിലേക്ക് നുഴഞ്ഞു കയറി. പക്ഷേ ഹയകണ്ഠൻ എന്ന അസുരൻ അവനെ കണ്ട് അവന്റെ മുന്നോട്ടുള്ള മുന്നേറ്റത്തെ ചെറുക്കാൻ ശ്രമിച്ചു. നന്ദി തന്റെ വജ്രത്താൽ ഹയകണ്ഠനെ ആക്രമിക്കുന്നു. അതിന്റെ ഫലമായി അവൻ ബോധരഹിതനായി വീണു. അതിനുശേഷം കുജമ്പനും ജമ്പനും ചില അസുരന്മാരും നന്ദിയുടെ അടുത്തേക്ക് ഭയാനകതയോടെ ഓടിയെത്തി. അവർ എല്ലാ വശങ്ങളിൽ നിന്നും അവനെ വളഞ്ഞ് ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. അപകടാവസ്ഥയിലായ നന്ദിയെ കണ്ടപ്പോൾ വിഷമിതനായ ബ്രഹ്മാവ് ദേവന്മാരോട് അവനെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഇന്ദ്രനും മറ്റെല്ലാ ദേവന്മാരും ശിവന്റെ സൈന്യത്തിൽ ചേർന്ന് അസുരന്മാരോട് ധീരമായി പോരാടി. യുദ്ധക്കളത്തിൽ ദേവന്മാരുടെ പെട്ടെന്നുള്ള പ്രവേശനം അസുരന്മാരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. അതിന്റെ ഫലമായി നന്ദിക്ക് അസുരന്മാരുടെ സൈന്യത്തിനിടയിലൂടെ നുഴഞ്ഞു കയറുവാൻ അവസരം ലഭിച്ചു. ഒടുവിൽ അദ്ദേഹം തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ശുക്രാചാര്യനെ തട്ടിക്കൊണ്ടുപോയി ശിവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിവൻ സമയം പാഴാക്കാതെ ശുക്രാചാര്യനെ പിടിച്ച് വിഴുങ്ങി. അടുത്ത നിമിഷം ശുക്രാചാര്യൻ ശിവന്റെ വയറ്റിലെത്തി. വയറ്റിൽ നിന്നും പുറത്തു വരാൻ ശുക്രാചാര്യർ തീവ്രശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. നിസ്സഹായനായ അദ്ദേഹം വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ശിവനെ സ്തുതിക്കാൻ തുടങ്ങി. ശുക്രാചാര്യന്റെ അതിരറ്റ ഭക്തിയിൽ സന്തുഷ്ടനായ ശേഷം ശിവൻ കനിഞ്ഞപ്പോൾ ഭഗവാനോട് എനിക്കൊരു വരം നൽകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. വയറ്റിൽ നിന്നും പുറത്തു വരുവാൻ ഒരു വഴി നൽകണമെന്ന് ശുക്രാചാര്യർ ശിവനോട് അഭ്യർത്ഥിക്കുന്നു. ശിവൻ സമ്മതിച്ചുകൊണ്ട് ഉടൻ പുറത്തു വരുവാൻ ആവശ്യപ്പെട്ടു. ശുക്രാചാര്യർ പുറത്തേക്കുള്ള ഒരു വഴി തിരയാൻ തുടങ്ങി. പക്ഷേ ശിവന്റെ വയറിന്റെ വിശാലത കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. അതിൽ പ്രപഞ്ചം മുഴുവൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ദിവ്യവർഷം മുഴുവൻ തുടർച്ചയായി പരിശ്രമിച്ചെങ്കിലും ശിവന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നതിൽ പരാജയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം ശിവന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി. ശിവൻ ശുക്രാചാര്യരോട് പറഞ്ഞു, എന്റെ വയറ്റിൽ പ്രവേശിച്ചതിനാൽ നീ ഇപ്പോൾ എന്റെ മകനായി. ഇനി നീ സ്വതന്ത്രനാകണമെങ്കിൽ എന്റെ ലിംഗത്തിന്റെ സുഷിരത്തിലൂടെ പുറത്തു വരണം. അങ്ങനെ അറിയിച്ചതിന് ശേഷം ശിവൻ തന്റെ ലിംഗത്തിലൂടെ ശുക്രാചാര്യരെ മോചിപ്പിച്ചു. മോചിതനായ ശേഷം ശുക്രാചാര്യൻ ശിവനെ വന്ദിച്ചുകൊണ്ട് വീണ്ടും അസുരന്മാരുടെ സൈന്യത്തിന്റെ ഭാഗമായി. അദ്ദേഹത്തിന്റെ വരവിൽ അസുരന്മാർ അത്യധികം സന്തുഷ്ടരാകുന്നു. വീണ്ടും ഒരു ഉഗ്രമായ യുദ്ധം നടന്നു. അതിന്റെ ദൈർഘ്യം 8 ദിവ്യവർഷം നീണ്ടുനിന്നു. യുദ്ധത്തിൽ ദേവന്മാരുടെ മേധാവിത്വത്തെക്കുറിച്ച് അസുരന്മാർ മനസ്സിലാക്കിയപ്പോൾ അവർ മാന്ത്രിക തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അതിലൂടെ എല്ലാ ഗണങ്ങളെയും ദേവതകളെയും വിഴുങ്ങുന്നു. യുദ്ധക്കളത്തിലെ മന്ദരപർവ്വതത്തിൽ നിന്നും ഗണങ്ങളും ദേവന്മാരും നിഷ്കാസിതരായതിനാൽ ശിവൻ അങ്ങേയറ്റം കോപാകുലനായി. അദ്ദേഹത്തിന്റെ അതിശക്തമായ കോപം ജൃംബായികന്റെ പ്രത്യക്ഷീകരണത്തിൽ കലാശിച്ചു. അതൊരു ക്രൂരമായ അസ്തിത്വമായിരുന്നു. ജൃംബായികന്റെ സ്പർശനം ഒന്നുകൊണ്ട് മാത്രം അസുരന്മാരെ നിലവിളിക്കാൻ പ്രേരിപ്പിച്ചു. അതോടെ എല്ലാ ദേവതകളും ഗണങ്ങളും അസുരന്മാരുടെ തുറന്ന വായിൽ നിന്നും പുറത്തു വന്നു. വീണ്ടും യുദ്ധം ആരംഭിച്ചു. അത് 700 വർഷത്തോളം നീണ്ടുനിന്നു. ശിവൻ അജയനാണെന്ന് മനസ്സിലാക്കിയ അന്തകൻ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ പാർവതിയെ സ്വന്തമാക്കാൻ തീരുമാനിക്കുന്നു. തന്റെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപന്മാരിൽ ഒരാളായ സുന്ദനോട് സഹായം തേടിക്കൊണ്ട് പറഞ്ഞു, ധീരനായ സുന്ദ, നീ എനിക്കെന്റെ സഹോദരനെ പോലെയാണ്. എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. യുദ്ധം വളരെ കാലം തുടർന്നിട്ടും ഫലം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പാർവതിയുടെ ഭർത്താവായ ശിവന്റെ വേഷത്തിൽ അവളെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു. നീ നന്ദിയുടെ വേഷം അനുകരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തന്റെ യജമാനനെ സഹായിക്കാൻ നന്ദിയുടെ രൂപത്തിൽ വേഷം ധരിക്കാൻ സുന്ദൻ സമ്മതിച്ചു. നന്ദിയുടെ വേഷം പൂണ്ട സുന്ദന്റെ മുതുകിൽ കയറിയ ശിവന്റെ വേഷത്തിൽ അന്തകൻ മന്ദരാജൽ പർവ്വതത്തിലേക്ക് പോയി. ശിവന്റെ വേഷത്തിലുള്ള അന്തകന്റെ ശരീരത്തിലെ മുറിവുകളുടെ പാടുകൾ കണ്ടപ്പോൾ പാർവതി തന്റെ പരിചാരകരോട് പറഞ്ഞു, നോക്കൂ, അസുരന്മാർ എൻ്റെ ഭർത്താവിനെ എത്ര കഠിനമായി മുറിവേൽപ്പിച്ചിരിക്കുന്നു. ദയവായി അദ്ദേഹത്തിന്റെ മുറിവുകളിൽ വെച്ച് കെട്ടുവാൻ വേഗം ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരിക. പരിചാരികമാർ ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരുവാൻ തിടുക്കത്തിൽ പാഞ്ഞു. അതിനിടയിൽ പാർവതി അദ്ദേഹത്തിന്റെ മുറിവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 2 തോളുകളും ഇല്ലാത്തത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. തന്റെ ഭർത്താവിന്റെ വേഷത്തിൽ മറ്റൊരാൾ വന്നിട്ടുണ്ടെന്ന് ഉടൻ അവൾ തിരിച്ചറിഞ്ഞു. അപകടം മനസ്സിലാക്കിക്കൊണ്ട് അവൾ സ്വയരക്ഷാർത്ഥം ഓടി. അവളുടെ പരിചാരികമാരും അവളുടെ കൂടെ ഓടി. അന്തകനും അവരെ പിന്തുടർന്നു. പാർവതിയും പരിചാരികമാരും ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു.
പിന്നാലെ പാഞ്ഞെത്തിയ അന്തകന് പാർവതിയെ കണ്ടെത്തുവാനാകാതെ അന്തകൻ യുദ്ധക്കളത്തിലേക്ക് മടങ്ങി യുദ്ധം തുടർന്നു. ദേവന്മാർ അപ്പോൾ ധീരമായി പോരാടുകയായിരുന്നു. വിഷ്ണു ശത്രു സൈന്യത്തിൽ നാശം വിതച്ചു. ബ്രഹ്മാവ് തന്റെ കമണ്ഡലത്തിൽ നിന്ന് പുണ്യജലം എടുത്ത് തളിക്കുന്നു. ആ പ്രയോഗം ദേവന്മാരുടെ ശക്തിയും ഊർജവും വർദ്ധിപ്പിച്ചു. ഇന്ദ്രൻ തന്റെ വജ്രായുധത്താൽ ബലൻ എന്ന അസുരന്റെ തലയിൽ പ്രഹരിച്ചു. എന്നാൽ ആ ആയുധം കഷ്ണങ്ങളായി തകർന്നുപോയി. സ്വന്തം ആയുധത്തിന്റെ നാശം കണ്ട ഇന്ദ്രൻ പോർമുഖത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിച്ചു. ജംബാസുരൻ അദ്ദേഹത്തെ കളിയാക്കുകയും ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഇന്ദ്രൻ വിഷ്ണുവിനോട് ജംബനോട് യുദ്ധം ചെയ്യുവാനായി ഒരു ആയുധം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ വിഷ്ണു ഇന്ദ്രനെ അഗ്നിദേവന്റെ അടുത്തേക്ക് അയച്ചു. അഗ്നിദേവൻ തന്റെ ആയുധമായ അഗ്നിയുടെ ഒരു പകർപ്പ് സൃഷ്ടിച്ച് ഇന്ദ്രന് നൽകി. ശേഷം പുതിയ ആയുധവുമേന്തി ഇന്ദ്രൻ സ്വന്തം വാഹനമായ ഐരാവതത്തിൽ കയറി ജംബനെ നേരിടാൻ പോയി. ജംബൻ ഐരാവതത്തെ അത്രത്തോളം ശക്തമായി ആക്രമിച്ചതിനാൽ ഇന്ദ്രൻ നിലത്തേക്ക് വീഴാൻ തുടങ്ങി. ഇന്ദ്രൻ താഴെ വീഴുന്നത് കണ്ട സിദ്ധന്മാരും ചരണന്മാരും അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു മനോഹരമായ രഥം അദ്ദേഹത്തിന് നൽകി. ഇതിനിടയിൽ ഇന്ദ്രൻ ഒരു വലിയ ശബ്ദത്തോടെ നിലത്തടിച്ചു വീണു. അതിന്റെ ഫലമായി ഭൂമി ശക്തമായി കുലുങ്ങി. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ ഭൂമി ശക്തമായി കുലുങ്ങുന്നുവെന്ന് ശാമിക മുനിയുടെ പത്നി കരുതി. അവരുടെ പുത്രനെ ആശ്രമത്തിൽ നിന്ന് വെളിയെ കൊണ്ടുവരുവാൻ അവൾ ഭർത്താവിനോട് അഭ്യർത്ഥിച്ചു. തന്മൂലം ഭർത്താവിന് പരിക്കേൽക്കാതെ ശ്രദ്ധിക്കണമെന്നും അവൾ ഓർമ്മിപ്പിക്കുന്നു. ഭൂകമ്പ സന്ദർഭത്തിൽ വീടിന് പുറത്ത് സൂക്ഷിക്കുന്നതെല്ലാം സ്ഥിരതയുള്ളതായിരിക്കുമെന്ന് ജ്യോതിഷികൾ പറയുന്നുണ്ട്. ശാമികൻ പത്നിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു. ഭൂമിയുടെ കുലുക്കം ശമിച്ചപ്പോൾ ശാമികയുടെ പത്നി കുട്ടിയെ തിരികെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ശാമിക മുനി പുറത്തേക്ക് പോയി. അവിടെ ഒരു കുട്ടിക്ക് പകരം 2 കുട്ടികളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. 2 കുട്ടികളെയും മടിയിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി. രണ്ടാമത്തെ കുട്ടി പ്രത്യക്ഷപ്പെടുവാൻ കാരണമെന്താണെന്ന് ഭാര്യയോട് ചോദിച്ചു. രണ്ടാമത്തെ കുട്ടി ഇന്ദ്രന്റെ സാരഥിയാകുമെന്നും യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിക്കുമെന്നും പത്നി അദ്ദേഹത്തോട് പറഞ്ഞു. യുദ്ധസമയത്ത് ഇന്ദ്രന്റെ സാരഥിയായി പ്രവർത്തിച്ച മാതലിയായിരുന്നു ഈ രണ്ടാമത്തെ കുട്ടി. ഇപ്പോൾ ഇന്ദ്രന്റെ കൈവശം രഥവും സാരഥിയും ഉണ്ടായിരുന്നു. പുതിയ രഥത്തിൽ കയറി ഇന്ദ്രൻ യുദ്ധക്കളത്തിലേക്ക് പോയി. പോകുന്ന വഴിയിൽ നിലത്ത് കിടക്കുന്ന ഒരു ബഹുവർണ്ണ വില്ലും അമ്പുകളും അദ്ദേഹം കണ്ടു. ആ ആയുധവുമെടുത്ത് അസുരന്മാരുമായി വീരയുദ്ധം നടത്തി. ശക്തരായ നിരവധി അസുര യോദ്ധാക്കളെ അദ്ദേഹം കൊന്നു. ജംബനും കുജംബനും അദ്ദേഹത്തിനു നേരെ ഭയാനകമായി പാഞ്ഞെടുത്തു. എന്നാൽ ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ കുജംബന്റെ തല ഛേദിച്ചു. ജംബൻ തന്റെ ഗദ കൊണ്ട് ഇന്ദ്രനെ ആക്രമിക്കുന്നു. പക്ഷേ ഇന്ദ്രൻ തന്റെ ശക്തി ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് തിരിച്ചടിച്ചു. അതിന്റെ ഫലമായി ജംബൻ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള അസുരന്മാർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. പ്രിയരെ, 20-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ ഭഗവാൻ ശിവൻ അന്തകാസുരനെ കൊല്ലുന്നു. തന്റെ സൈന്യത്തിന്റെ മരണവും നാശവും സംഭവിച്ചിട്ടും അന്തകൻ ശിവന്റെ സൈന്യത്തിനെതിരെ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നു. താൽക്കാലികമായി പിന്മാറുവാനുള്ള ശുക്രാചാര്യരുടെ ഉപദേശം പോലും അയാൾ നിരാകരിച്ചു. മഹേശ്വരനും ഇന്ദ്രനും ഉൾപ്പെടെ എല്ലാ ദേവന്മാർക്കും എന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. വളരെ വേഗത്തിൽ തന്നെ അവരെ ഞാൻ പരാജയപ്പെടുത്തും എന്നും ആക്രോശിച്ചുകൊണ്ട് ശുക്രാചാര്യരെ നിഷേധിക്കുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ സാരഥിയോട് രഥം ശത്രുവിന്റെ സ്ഥാനത്തേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ഒരു കൂട്ടം അമ്പുകൾ എയ്തുകൊണ്ട് ദേവന്മാരെ പൂർണ്ണമായി മൂടി. ശിവന് അന്തകനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊല്ലാൻ കഴിയുന്നതിനായി അന്തകന്റെ രഥത്തെയും സാരഥിയെയും നശിപ്പിക്കാൻ വിഷ്ണു ദേവന്മാരോട് ഉപദേശിച്ചു. പിന്നീട് എല്ലാ ദേവന്മാരും പുനരുജ്ജീവിച്ച ശക്തിയോടെ അസുരന്മാരെ ആക്രമിക്കുന്നു. ഭഗവാൻ വിഷ്ണു തന്റെ ഗദ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ശത്രുക്കളുടെ കുതിരകളെ കൊന്നു. സ്കന്ദൻ സാരഥിയെ കൊന്നു. ഗണങ്ങളോടൊപ്പം വിനായകൻ അന്തകന്റെ രഥം നശിപ്പിച്ചു. രഥം നഷ്ടപ്പെട്ട അന്തകൻ ഗദ ഉപയോഗിച്ച് ദേവന്മാരെ ആക്രമിക്കുന്നു. ദേവന്മാർ അപകടത്തിലായത് കണ്ട് ശിവൻ അവരെ തന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അന്തകനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. നന്ദിയുടെ പുറത്തിരിക്കുന്ന ശിവനെ ആക്രമിക്കാൻ അന്തകൻ ശ്രമിക്കുന്നു. ശിവൻ ഉടൻ തന്നെ നന്ദിയുടെ പുറത്തുനിന്ന് ചാടിയിറങ്ങി തൃശൂലം ഉപയോഗിച്ച് അന്തകനെ ആക്രമിച്ചു. അതവന്റെ നെഞ്ചിൽ തുളച്ചു കയറി. ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷവും അന്തകൻ മരിച്ചില്ല. പകരം ശിവനെ മുറുകെ പിടിച്ച് യോജനകൾ വലിച്ചിഴച്ചു. രണ്ടാമതും അവനെ ആക്രമിച്ച് ശിവൻ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അന്തകൻ തന്റെ ഗദ ഉപയോഗിച്ച് ശിവന്റെ തലയിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകി 4 ദിശകളിലേക്കും ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകിയ രക്തപ്രവാഹം കാലരാജൻ എന്ന ഭൈരവന്റെ പ്രത്യക്ഷീകരണത്തിലേക്ക് നയിച്ചു. അതുപോലെ കാമരാജൻ, ചക്രമാലൻ, സോമരാജൻ, സ്വച്ഛരാജൻ, ലളിതരാജൻ, വിഘ്നരാജൻ എന്നിവർ മറ്റു 3 ദിശകളിൽ നിന്നും പ്രകടമായി.
തുടർന്ന് ശിവൻ ത്രിശൂലത്തിൻ്റെ സഹായത്തോടെ അന്തകനെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി. അന്തകന്റെ നെഞ്ചിലാണ് കുന്തം തറച്ചിരുന്നത്. അന്തകന്റെ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങിയതിനാൽ ശിവന്റെ ശരീരം ചുവന്നിരുന്നു. അന്തകനെ കൊല്ലാൻ ശിവൻ കഠിനമായി പരിശ്രമിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹം വളരെയധികം വിയർക്കുന്നു. ശിവന്റെ നെറ്റിയിൽ നിന്ന് ഉത്ഭവിച്ച വിയർപ്പ് തുള്ളികൾ ഒരു ദിവ്യ പെൺകുട്ടിയുടെ അവതാരമെടുത്തു. ശിവന്റെ മുഖത്തു നിന്ന് നിലത്ത് വീണ വിയർപ്പ് തുള്ളികളിൽ നിന്നും ഒരു ദിവ്യ ആൺകുട്ടിയും അവതരിച്ചു. അന്തകന്റെ മുറിവിൽ നിന്ന് പുറപ്പെട്ട രക്തം ഈ 2 കുട്ടികളെയും വിഴുങ്ങാൻ തുടങ്ങി. ശിവൻ പെൺകുട്ടിക്ക് ചാർച്ചിക എന്നും ആൺകുട്ടിക്ക് മംഗളൻ എന്നും പേരിട്ടുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. അന്തകനെ തൻ്റെ തലയ്ക്ക് മുകളിൽ 1000 ദിവ്യവർഷങ്ങൾ പൊക്കിപ്പിടിച്ചു. അത് അവൻ്റെ ശരീരത്തെ വെറും അസ്ഥികൂടമാക്കി മാറ്റി. ഒടുവിൽ അന്തകൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നു. അന്തകൻ ശിവനെ സ്തുതിക്കുകയും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയും ചെയ്തു. പാർവതിയെ അമ്മയായി സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ക്ഷമിക്കൂ എന്ന് ശിവൻ അവനോട് നിഷ്കർഷിച്ചു. പാർവതിയെ അമ്മയായി മാത്രമല്ല ശിവനെ പിതാവായി കൂടി സ്വീകരിക്കുവാൻ അന്തകൻ സമ്മതിക്കുന്നു. സന്തുഷ്ടനായിക്കൊണ്ട് ശിവൻ ത്രിശൂലം താഴെയിറക്കി. ദിവ്യ സ്പർശനത്താൽ അന്തകന്റെ മുറിവ് സുഖപ്പെട്ടു. അന്തകന്റെ മനമാറ്റത്തിൽ ദേവന്മാർ സന്തുഷ്ടരായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ശേഷം ശിവൻ അന്തകനെ മന്ദരാജൽ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. പാർവതി ഇപ്പോഴും കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭഗവാൻ ശിവൻ അടുത്ത് വരുന്നത് കണ്ട് അവൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. തൻ്റെ പരിചാരകരെ അവരുടെ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തു വരുവാൻ പാർവതി വിളിച്ചു പറഞ്ഞു. അന്തകൻ ഇപ്പോൾ തൻ്റെ അടിമയായി മാറിയെന്ന് ശിവൻ സന്തോഷത്തോടെ പാർവതിയെ അറിയിച്ചു. അവനെ നോക്കൂ, അവൻ നിന്നെ വന്ദിക്കുന്നു. അവനെ നിന്റെ പുത്രനായി സ്വീകരിക്കുക. അന്തകൻ പൂർണ്ണ ഭക്തിയോടെ പാർവതിയെ സ്തുതിച്ചു. പാർവതി സന്തോഷിക്കുകയും അവനൊരു വരം നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അന്തകൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടാനും ശിവന്റെ സാമീപ്യത്തിൽ തുടരാനും ഞാൻ ആഗ്രഹിക്കുന്നു. പാർവതി അവനെ അനുഗ്രഹിക്കുകയും ഭൃംഗി എന്ന പേരിൽ പിന്നീട് ശിവന്റെ ഗണങ്ങളിലെ പ്രശസ്തനായ ഒരാളാക്കുകയും ചെയ്തു. 20-ാം അധ്യായത്തിന്റെ 5-ാം ഭാഗത്തിൽ മരുതഗണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മലയ പർവ്വതത്തിൽ ഇന്ദ്രൻ അസുരന്മാരുമായി നടത്തിയ യുദ്ധത്തെക്കുറിച്ച് നാരദൻ പുലസ്ത്യനോട് ചോദിച്ചു. അന്തകന്റെ അനുയായികളായ മായനും താരനും ദേവന്മാരാൽ പരാജയപ്പെട്ട ശേഷം പാതാളത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. മലയ പർവ്വതത്തിന് സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ മയങ്ങി അവിടെ താമസിക്കാൻ അവർ തീരുമാനിച്ചു. മലയ പർവ്വതത്തിലെ ഗുഹകളിൽ ശിവഭക്തരായ മുനിമാർ വസിച്ചിരുന്നു. മുനിമാർ അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങൾക്ക് അസുരന്മാർ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ശിവൻ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മലയ പർവ്വതത്തിൽ പോയി മുനിമാരെ സഹായിക്കാൻ ഇന്ദ്രനോട് നിർദ്ദേശിച്ചു. ഇന്ദ്രൻ മലയ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്നും അസുരന്മാരെ വിജയകരമായി പുറത്താക്കി. നാരദൻ വീണ്ടും ഇന്ദ്രൻ ഗോത്രഭിന്നൻ എന്നും അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പുലസ്ത്യനോട് ചോദിച്ചു. അപ്പോൾ പുലസ്ത്യൻ നാരദന് ഒരു കഥ പറഞ്ഞുകൊടുത്തു. സ്വന്തം മകന്റെ മരണത്തിന് ശേഷം ദിതി തൻ്റെ ഭർത്താവായ കശ്യപനോട് ഇന്ദ്രനെ കൊല്ലാൻ മറ്റൊരു മകനെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. 100 ദിവ്യവർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന തപസ് വിജയകരമായി പൂർത്തിയാക്കിയാൽ അവളുടെ ആഗ്രഹം സഫലമാകുമെന്ന് കശ്യപമുനി അവളെ ഉപദേശിക്കുന്നു. ക്രമേണ ദിതി ഗർഭിണിയായി. ഒരു ദിവസം കശ്യപമുനി ഉദയഗിരി പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാൻ പോയപ്പോൾ ദിതി ഒറ്റയ്ക്കാവുന്നു. ഇന്ദ്രൻ ആശ്രമത്തിലെത്തി ദിതിയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ദിതി അനുമതി നൽകിയതിന് പ്രകാരം ഇന്ദ്രൻ അവളെ സേവിക്കുന്നതിൽ മുഴുകി. യാഗസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുകയും യാഗത്തിന് ആവശ്യമായ ഉണങ്ങിയ വിറക് കൊണ്ടുവരികയും ചെയ്തു. ഈ പ്രവൃത്തി 100 വർഷക്കാലം തുടർന്നു. ഒരു ദിവസം ദിതി കുളി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. തൻ്റെ അശുദ്ധി കാരണം അവൾ കുറച്ചുനേരം തപസ്സു ചെയ്യൽ മാറ്റിവെച്ചു. ക്ഷീണിതയായതിനാൽ വളരെ വേഗം ഉറങ്ങിപ്പോയി. അനുയോജ്യമായ നിമിഷം തിരിച്ചറിഞ്ഞ ഇന്ദ്രൻ അവളുടെ നാസാരന്തരങ്ങളിലൂടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ 7 ഭാഗങ്ങളായി മുറിച്ചു. ക്ഷീണമറ്റ് ഉണർന്നപ്പോൾ ദിതി സ്വന്തം ഗർഭസ്ഥ ശിശുവിൻ്റെ നാശത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. ദിതിയുടെ ശാപം ലഭിക്കുമെന്ന് ഭയപ്പെട്ട ഇന്ദ്രൻ വളരെ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ നാശത്തിന് ഞാൻ കാരണക്കാരനല്ല. നിങ്ങളുടെ സ്വന്തം അശുദ്ധി നിമിത്തമാണത് നശിപ്പിക്കപ്പെട്ടത്. അതിനാൽ ദയവായി എന്നെ ശപിക്കരുത്. ദിതി അതിനോട് ഇപ്രകാരമാണ് പ്രതികരിച്ചത്, എൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ നാശത്തിന് തീർച്ചയായും നീ ഉത്തരവാദിയല്ല. അത് എൻ്റെ വിധിയായിരുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ കഷ്ണങ്ങളിൽ നിന്നുമാണ് മരുതഗണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ദ്രൻ ഗർഭാവസ്ഥയിലെ സ്വന്തം സഹോദരനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനാൽ അദ്ദേഹം ഗോത്രഭിന്നൻ എന്ന പേരിൽ പ്രശസ്തനായി. പ്രിയരെ, 20-ാം അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ വ്യത്യസ്തങ്ങളായ മന്വന്തരങ്ങളിലെ മരുതഗണങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നു. പുലസ്ത്യമുനി പറയുന്നു, ഹേ നാരദ, ഇനി വിവിധ മന്വന്തരങ്ങളിലെ മരുതഗണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഞാൻ വിവരിക്കാൻ പോകുന്നു.
സാവൻ സ്വയംഭൂവ മനുവിൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു. സാവൻ മരിച്ചപ്പോൾ ദുഃഖിതയായ സുദേവരാജ്ഞി ഒരു സ്വർഗീയ ശബ്ദം കേട്ടു. ആ ശബ്ദം കത്തുന്ന ചിതയിൽ ചാടി ജീവൻ ത്യജിക്കാൻ അവളോട് നിർദ്ദേശിച്ചു. നീ 7 പുത്രന്മാരുടെ അഭിമാനിയായ അമ്മയാകും. അതനുസരിച്ച് രാജ്ഞി പ്രവർത്തിക്കുകയും കത്തുന്ന ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുകയും ചെയ്തു. മരിച്ചുപോയ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ആത്മാക്കൾ ആകാശത്തേക്ക് ഉയർന്നു. സ്വർഗീയ ശബ്ദം നടത്തിയ പ്രവചനങ്ങൾ സത്യമായി. സുദേവ അവളുടെ ആർത്തവത്തിലേക്ക് പ്രവേശിച്ചു. രാജാവ് 5-ാം ദിവസം രാജ്ഞിയുമായി ശാരീരിക ബന്ധം ആസ്വദിക്കുന്നു. ആകസ്മികമായി കുറച്ച് ബീജതുല്യമായ തുള്ളികൾ ഭൂമിയിലേക്ക് വീണു. അതിനുശേഷം 2 ആത്മാക്കളും ബ്രഹ്മലോകത്തേക്ക് പോയി. ഭൂമിയിൽ പതിച്ച ഈ ബീജതുല്യമായ തുള്ളികൾ ചില ഋഷിമാരുടെ ഭാര്യമാർ ശേഖരിച്ച് താമരപ്പൂവിൽ സൂക്ഷിച്ചു. സമാന, നളിനി, വായുഷ്മതി, ചിത്ര, വിശാഖ, ഹരിത, അലിനി എന്നിവരായിരുന്ന സ്ത്രീകൾ. അവർ ബീജങ്ങളെ അമൃത് ആയി തെറ്റിദ്ധരിച്ച് ഭർത്താക്കന്മാരുടെ അനുമതി വാങ്ങിയ ശേഷം ഭുജിച്ചു. എന്നാൽ അത് ഭുജിച്ചതിന് ശേഷം അവരുടെ തേജസ് നഷ്ടപ്പെടുകയാണുണ്ടായത്. അതോടെ അവരുടെ ഭർത്താക്കന്മാർ അവരെ ഉപേക്ഷിച്ചു. കാലക്രമേണ സ്വയംഭൂവ മന്വന്തരത്തിൽ ആദ്യ മരുതുകൾ എന്നറിയപ്പെടുന്ന 7 പുത്രന്മാർക്ക് അവർ ജന്മം നൽകി. മരുതഗണങ്ങളെക്കുറിച്ച് വിവരിച്ച ശേഷം പുലസ്ത്യ മഹർഷി സ്വരോജിഷ മന്വന്തരത്തെക്കുറിച്ചും വിവരിച്ചു. സ്വരോജിഷ മനുവിൻ്റെ മകനായിരുന്നു ക്രതുധ്വജൻ. അദ്ദേഹത്തിന് 7 പുത്രന്മാരുണ്ടായിരുന്നു. ഇന്ദ്രന്റെ രാജ്യം ആഗ്രഹിച്ച് അവരെല്ലാം മേരുപർവ്വതത്തിലേക്ക് തപസ് ചെയ്യുവാൻ പോയി. ഭയന്ന ഇന്ദ്രൻ പൂതനയോട് ക്രതുധ്വജന്റെ പുത്രന്മാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കാൻ അവരുടെ തപസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നിർദ്ദേശിച്ചു. ക്രതുധ്വജന്റെ പുത്രന്മാർ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പൂതന പോയി. തപസ്സിനിടെ ക്രതുധ്വജന്റെ പുത്രന്മാർ സ്നാനം നടത്താൻ പോകുന്ന ഒരു നദി സമീപത്തുണ്ടായിരുന്നു. പൂതനയുടെ പദ്ധതി പ്രകാരം അവളും തൽസമയത്ത് കുളിക്കാൻ നദിയിൽ പ്രവേശിച്ചു. ക്രതുധ്വജന്റെ പുത്രന്മാർ അവളുടെ ദിവ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫലമായി അവരിൽ സ്ഖലനം സംഭവിച്ചു. ക്രതുധ്വജന്റെ പുത്രന്മാരുടെ ചിന്തകളെ ദുഷിപ്പിക്കുക എന്ന ദൗത്യത്തിൽ പൂതന വിജയിച്ചു. അവരുടെ തപസ് വൃഥാവിലായി എന്ന് തിരിച്ചറിഞ്ഞ അവർ പിതാവിന്റെ രാജ്യത്തിലേക്ക് മടങ്ങി. ക്രതുധ്വജന്റെ പുത്രന്മാരുടെ ബീജങ്ങൾ ശങ്കിണി എന്നറിയപ്പെടുന്ന ഒരു മത്സ്യം വിഴുങ്ങി. ഒരു മുക്കുവൻ ആ മത്സ്യത്തെ പിടികൂടി ക്രതുധ്വജന്റെ പുത്രന്മാർക്ക് സമ്മാനിച്ചു. അവർ അവളെ സമീപത്തുള്ള ഒരു കുളത്തിൽ പാർപ്പിക്കുന്നു. കാലക്രമേണ 7 മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ശേഷം ശങ്കിണി മരിച്ചു. അമ്മയുടെ മരണത്തിനാൽ 7 മത്സ്യക്കുഞ്ഞുങ്ങളും കരയാൻ തുടങ്ങി. ബ്രഹ്മാവ് അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് കരയരുതെന്ന് ഉപദേശിച്ചു. ബ്രഹ്മാവ് മാ രോദ്, അതായത് കരയരുത് എന്ന് പറഞ്ഞതു നിമിത്തമായി അവർക്ക് മരുത് എന്ന പേര് വന്നു. ബ്രഹ്മാവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ദേവതകളുടെ പദവി നേടുകയും വായുവിൽ പറക്കാൻ പ്രാപ്തരാവുകയും ചെയ്യും. സ്വരോജിഷ മന്വന്തരത്തിൽ മരുതഗണങ്ങൾ ഉത്ഭവിച്ചത് ഇത്തരത്തിലാണെന്ന് പുലസ്ത്യ മഹർഷി നാരദരോട് പറഞ്ഞു. പുലസ്ത്യൻ തുടർന്നു, അടുത്തതായി ഉത്തമ മന്വന്തരത്തിലെ മരുതഗണങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കാൻ പോകുന്നു. വായുഷ്മാന്റെ പുത്രനായിരുന്നു ജ്യോതിഷ്മാൻ. ജ്യോതിഷ്മാന്റെ പത്നി വൃഷസ്പതി മഹർഷിയുടെ മകളായിരുന്നു. അവർക്ക് സന്താന സൗഭാഗ്യമില്ലാതിരുന്നതിനാൽ ഇരുവരും ഒരു പുത്രലബ്ധിക്കായി തപസ് ചെയ്യാൻ തീരുമാനിച്ചു. സപ്തഋഷികൾ അവിടെ എത്തി എന്തിനാണ് അവർ ഇത്ര കഠിനമായ തപസ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നു. ജ്യോതിഷ്മാന്റെ പത്നി സപ്തഋഷികളോട് തങ്ങൾക്ക് ഒരു പുത്രനെ വേണമെന്നവരോട് അഭ്യർത്ഥനയോടെ അറിയിച്ചു. 7 പുത്രന്മാരുടെ അമ്മയാകുമെന്ന് ഋഷിമാർ അവളെ അനുഗ്രഹിക്കുന്നു. കാലക്രമേണ ജ്യോതിഷ്മാന്റെ ഭാര്യ ഗർഭിണിയായി. അങ്ങനെ ഇരിക്കവേ ജ്യോതിഷ്മാൻ കാലം ചെയ്തു. ദുഃഖിതയായ പത്നി സതി ആചരിക്കാൻ ആഗ്രഹിച്ചു. അവൾ ചിതയിൽ കയറിയപ്പോൾ പെട്ടെന്നൊരു മാംസക്കഷ്ണം തെറിച്ച് അടുത്തുള്ള നദിയിൽ വീണ് 7 കഷ്ണങ്ങളായി ചിന്നാഭിന്നമായി. ഈ 7 മാംസക്കഷ്ണങ്ങളിൽ നിന്നുമാണ് ഉത്തമ മന്വന്തരത്തിലെ 7 മരുതഗണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പുലസ്ത്യൻ തുടർന്നു, താമസ മന്വന്തരത്തിൽ താമസ മനുവിന്റെ പുത്രനായ ഋതുധ്വജൻ ഒരു പുത്രലബ്ധിക്കായി കഠിനമായ തപസ് ചെയ്തു. സ്വന്തം മാംസം, രക്തം, ശുക്ലം എന്നിവ യാഗാഗ്നിയിൽ അർപ്പിച്ചു. പെട്ടെന്ന് ശുക്ലം യാഗം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്ന ഒരു സ്വർഗീയ ശബ്ദം അദ്ദേഹം കേട്ടു. എന്നാൽ രാജാവ് അത് വകവയ്ക്കാതെ യാഗം തുടർന്നു. അതിന്റെ ഫലമായി അദ്ദേഹം മരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ യാഗാഗ്നിയിൽ നിന്ന് 7 ശിശുക്കൾ പ്രത്യക്ഷപ്പെട്ടു. അവർ പിന്നീട് താമസ മന്വന്തരത്തിലെ മരുതഗണങ്ങളെന്നറിയപ്പെട്ടു. രൈവത രാജാവിന്റെ പിൻഗാമിയായിരുന്നു ഋഭുജിതൻ. അദ്ദേഹത്തിനും പുത്രന്മാരുണ്ടായിരുന്നില്ല. ഋഭുജിതന്റെ അതിരറ്റ ഭക്തിയിൽ സന്തുഷ്ടനായ സൂര്യൻ അദ്ദേഹത്തിന് സുരധി എന്ന മകളെ നൽകി അനുഗ്രഹിച്ചു. ക്രമേണ അവൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായി വളർന്നു. അങ്ങനെ ഇരിക്കവേ ഋഭുജിതൻ മരിച്ചു. ദുഃഖിതയായ സുരധി തന്റെ ജീവിതം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു.
സപ്തഋഷികൾ അവിടെ എത്തുകയും അവരുടെ അളവറ്റ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അവളെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ തീരുമാനത്തിൽ അചഞ്ചലയായ സുരതി അവരെ കേൾക്കാതെ കത്തുന്ന ചിതയിലേക്ക് ചാടി ജീവൻ ഉപേക്ഷിച്ചു. ദുഃഖിതരായ സപ്തഋഷികൾ കത്തുന്ന അവളെ കാമാസക്തിയോടെ നോക്കിയ ശേഷം പോയി. ആ കത്തുന്ന ചിതയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട 7 ശിശുക്കൾ രൈവത മന്വന്തരത്തിലെ മരുതഗണങ്ങളെന്നറിയപ്പെട്ടു. ചക്ഷുഷ മന്വന്തരത്തിൽ മാൻകി എന്ന മുനിവര്യൻ സപ്തസരസ്വതത്തിന്റെ തീരത്ത് ഒരു വലിയ തപസ് ചെയ്തു. എന്നാൽ വഭു എന്ന അപ്സരസിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് വഴുതി വീണു. അദ്ദേഹത്തിന്റെ ബീജങ്ങൾ സ്ഖലിച്ച് സപ്തസരസ്വത നദിയിൽ വീണു. അതിൽ നിന്നുമാണ് ചക്ഷുഷ മന്വന്തരത്തിലെ 7 മരുതഗണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. പ്രിയരെ, 20-ാം അധ്യായത്തിലെ 7-ാം ഭാഗത്തിൽ ഭഗവാൻ വിഷ്ണു കാലനേമിയെ വധിക്കുന്നു. ബലിയുടെ കിരീടധാരണ വാർത്ത കേട്ടപ്പോൾ മായനും മറ്റു ചില അസുരന്മാരും പോയി ബലിയെ ഉപദേശിച്ചു. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ പിതാവായ വീരോചനെയും മറ്റു ബന്ധുക്കളെയും കൊന്നതിന് പ്രതികാരം ചെയ്യണം. അതിൽ കുപിതനായ ബലി വലിയൊരു സൈന്യവുമായി ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ ഇന്ദ്രനും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. താമസിയാതെ ദേവസൈന്യം ഉദ്യാജൽ പർവ്വതത്തിന്റെ താഴ്വരയിൽ സംഘടിക്കുന്നു. ഇരു സൈന്യങ്ങളും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ആകാശം മുഴുവൻ പൊടിപടലങ്ങൾ നിറഞ്ഞ സൈന്യത്തിന്റെ നീക്കം നിലച്ചു. ആ വലിയ രക്തച്ചൊരിച്ചിൽ ഭൂമിയെ രക്തത്താൽ നനച്ചതിന് ശേഷം മാത്രമാണ് ശമിച്ചത്. ഈ യുദ്ധത്തിൽ കാർത്തികേയൻ ധീരമായി പോരാടുകയും നിരവധി അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു. ദേവന്മാരെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് അസുരന്മാരും തിരിച്ചടിച്ചു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി അസുരന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഭഗവാൻ വിഷ്ണു അസുര സൈന്യത്തിൽ നാശം വിതച്ചു. തന്റെ കൂട്ടാളികൾ ഭഗവാൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ ഭയപ്പെടുന്നത് കണ്ടപ്പോൾ അസുരനായ കാലനേമി ഒരു പുതിയ ശക്തിയോടെ ദേവന്മാരെ ആക്രമിക്കുന്നു. അവൻ യക്ഷന്മാരെയും ദേവന്മാരെയും കിന്നരന്മാരെയും വിഴുങ്ങി. ഭയന്ന ദേവന്മാർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ തുടങ്ങി. ഇത് തങ്ങളുടെ വിജയമായും ഭഗവാൻ വിഷ്ണുവിന്റെ പരാജയമായും കരുതി രാക്ഷസന്മാർ സന്തോഷിച്ചു. കോപാകുലനായ വിഷ്ണു ഉദ്യാചല പർവ്വതത്തെ നാരജൻ എന്ന അസ്ത്രങ്ങളാൽ മൂടി. ബലിയും മായനും ഭയന്ന് കാലനേമിയെ വിഷ്ണുവിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. കാലനേമി ഒരു ഗദയുമായി വിഷ്ണുവിനെ നേരിട്ടു. എന്നാൽ വിഷ്ണു ചക്രായുധത്താൽ അതിനെ നശിപ്പിച്ചു. കാലനേമിയുടെ ആയുധം നഷ്ടപ്പെട്ടതോടെ ഭഗവാൻ വിഷ്ണു ആദ്യം അവന്റെ 2 കൈകളും പിന്നീട് തലയും മുറിച്ചു മാറ്റി. കാലനേമിയുടെ മരണവാർത്ത കാട്ടുതീ പോലെ അസുര സൈന്യത്തിൽ പടർന്നു. അതോടെ അവർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. പ്രിയരെ, വാമന പുരാണത്തിന്റെ 7-ാം ഭാഗം ഇവിടെ നിർത്തട്ടെ. 8-ാം വീഡിയോയിൽ രാജാവ് ബലിയുമായി ബന്ധപ്പെട്ട കഥകളുമായി കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.